എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ താള് ഇന്ന് വളരെ ഇത്ര കൂട്ടാനുണ്ടാക്കുന്നത് താള് ഇന്ന് സ്പെഷ്യൽ ഈസി പുളുങ്കറിയാണ്. പടപടേന്ന് ഉണ്ടാക്കാം. അപ്പോൾ താള് നുറുക്കി വെച്ചിട്ടുണ്ടതാ 2-3 ഉള്ളി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലേക്കോ അടുപ്പത്തേക്ക് വെക്കാം. പാത്രത്തിൽ താള് ചേർക്കാം. ഇന്ന് കുറച്ച് താളുള്ളൂ, അതുകൊണ്ടാണ് ഒരു കഷ്ണം പോലും വേസ്റ്റ് ആക്കാണ്ടിടുന്നത്. നെല്ലിക്കയുടെ സൈസ് പുളി പിഴിഞ്ഞിട്ട് അത് നമുക്ക് ചേർക്കാം. അതിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി. അടുപ്പ് കത്തിക്കാം. ഒരിത്തിരി വെള്ളവും കൂടെ ചേർക്കാം. അടച്ചു വയ്ക്കാം, വേവട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഒരിത്തിരി പരിപ്പ് വറുത്തെടുക്കാം. ഞാൻ കഴുകി വെച്ചിരുന്നതാ. തീ കുറച്ച് വെച്ച് നല്ല ചുമക്ക വറുത്തെടുക്കാം. അപ്പൊ പരിപ്പ് വറുത്ത് മാറ്റി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് വെന്തോന്ന് നോക്കാം. ഏകദേശം ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു നുള്ളു കായത്തിന്റെ പൊടി കേട്ടോ. നമ്മൾ പരിപ്പ് പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിതാ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കണം. അത് ഞാൻ കലക്കി കൊണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. ഉപ്പും മറ്റേ കായത്തിന്റെ പൊടിയും കലക്കി വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് വറുത്തിടാം. തിളക്കട്ടെ. ഞാൻ അവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടുക്, പച്ചമുളക്, ഉള്ളി, കൂട്ടാൻ തിളച്ചു. നമുക്ക് ഓഫ് ചെയ്യാം. കറിവേപ്പില, ഇരിക്കാനൊക്കെ ക്ലാസ്സിൽ ആവണിയുള്ള ദിവസമാണ്. അപ്പം അതുകൊണ്ട് ഇതെനിക്ക് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ. ഇത് എനിക്ക് സുമേച്ചിക്ക് മാത്രം. ഇവർക്ക് ഉള്ളി സാമ്പാറാണ്. ഉള്ളി സാമ്പാറും കോവയ്ക്ക മെഴുക്കുവരട്ടും. പക്ഷെ ഇവരതൊന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല, ഇവരതൊന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. പക്ഷെ കർക്കിടകല്ലേ, 7 ദിവസം ഇതല്ലാണ്ട് വേറൊന്നും ഞാൻ കഴിക്കാൻ കൊടുക്കില്ല. അല്ലേ ആകാശു? അപ്പൊ നമ്മുടെ ഈസി പുളുങ്കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്തിരി മധുരത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് തിളയൊക്കെ വന്നിങ്ങനെ എല്ലാം ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി. നല്ല സ്വാദുണ്ടാവും. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നമസ്തേ.